അസ്സലാമലൈക്കും, ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇതാണ് ബട്ടർ, ഇതാണ് കമ്പനി ബട്ടറിന്റെ അപ്പലൂർ പാർക്ക്. അപ്പോ ഈ ബട്ടർ 1 കിലോ ആണ്. ഇത് 200 ഗ്രാമാണ് ഒന്ന്. ഇത് ഉണ്ടാക്കേണ്ട രീതിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഇട്ടിരുന്നു, പക്ഷെ ഇത് ഉണ്ടാക്കി കാണിച്ചില്ല. ഒരു സിമ്പിൾ വീഡിയോ കാണിച്ചാണ്. അപ്പോ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടോ. ഇത് അടുപ്പത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചില്ല എങ്ങനെയാണുള്ളത്. ഇതുപോലെ ചെറിയ തീയിൽ ഇങ്ങനെ ഉരുകി വരണം. ഇതിന്റെ അകത്തേക്കാണ് മസാല ഇടേണ്ടത്. മസാല ഇട്ടിട്ട് നല്ലോണം തണിഞ്ഞതിന്റെ ശേഷമാണ് അരിച്ചെടുക്കേണ്ടത്. അതും കാണിച്ചു. പെരിഞ്ചീരകം വറുത്തെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല, കരിയാണ്ട് വറുത്തെടുക്കുക. അപ്പൊ നല്ല ജീരകം നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല മണം വരുന്നേരം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓഫാക്കിയിട്ട് തണിയും വെക്കുക. തണിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ലോണം പൊടിക്കുക. മെഷീനിൽ പൊടിക്കരുത്, പൊടിക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലെ നിലത്ത് ഇട്ടിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ക്ഷണയമേൽ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ വൃത്തി നല്ലോണം അധികം പൊടിയരുത്. പൊടിയാണ്ട് എന്ത് ചെയ്യാം. ഇതാണ് ശരിക്കും ഒറിജിനൽ റെസിപ്പി. ഉരുവൊക്കെ ഇടും ചില ആൾക്കാർ. ഗോതമ്പപ്പൊടിയാണ് ശരിക്കും വേണ്ടത്. ഞാൻ അന്ന് മൈദപ്പൊടിയാണ് പറഞ്ഞത്, പക്ഷെ പറയാതെ തെറ്റിപ്പോയാണ്. അപ്പോ ഇത് കുറെ ഷെഫുമാർ കണ്ടിരുന്നു. അപ്പൊ ഇതിട്ടിട്ട് തീ ഓഫാക്കണം. ഇട്ടേമ്പാട് ജീരകം നമ്മളെ പെരുംജീരകം വറുത്തല്ലോ. അപ്പൊ ഓൾറെഡി ചൂടുണ്ട്. ഇപ്പൊ ഇത്തിരിയേ വേണ്ടു. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാ ഇതിലേക്ക് ഇടുക. എന്നിട്ട് ജീരകം, പെരുംജീരകം, മഞ്ഞപ്പൊടി, ഇതാണ് സംഭവം. ഇതിലേക്ക് ഇടുക. ഈ ജീരകവും ഉലുവയും കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി തന്നെ ഇട്ടു, ഒരു കുഴപ്പമില്ല, നല്ല കളർ കിട്ടും. അപ്പൊ ബിരിയാണിന്റെ മേലെല്ലാം ഒഴിച്ചു കൊടുത്താൽ ഇത് ഒഴിച്ചു കൊടുത്താൽ നല്ല കളറിന്റെ ആവശ്യം വരില്ല. അടുത്തത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇടുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം അവിടെ തണിയാൻ വെക്കുക. നല്ലോണം തണിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അരിച്ചെടുക്കണം. സമീൻ അറബി എന്നാണ് ഇതിന് പറയുക. ഇത് റെഡിയായി കഴിഞ്ഞു. അറബി നെയ്യാണ്. നല്ല മണം ഉണ്ടാവും. സൂപ്പർ മണം തന്നെ, സൂപ്പർ മണമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് അടിക്കും. ഇതാ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാല് വേറൊരു പാത്രത്തിലേക്ക് ഇത് ഫുള്ളായി വേറെ പാത്രത്തിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒഴിച്ചാട വെക്കുക. ഒഴിച്ചാട വെച്ച് കഴിഞ്ഞാൽ എന്തായി, കംപ്ലീറ്റ് കച്ചറ അതിലുണ്ടാവും. ഈ കച്ചറ എന്ത് ചെയ്യണ്ട, കച്ചറ ഉണ്ട നമ്മളെ വളണ്ടാകുന്നില്ല, അതിലിട്ടായി. ഓക്കെ, ഇതാ സാധനം സൂപ്പർ.